മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 15-ാം വാക്യം. വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ വചനം പോവുകയാണ്. വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം നിൽക്കുന്നത് വിശുദ്ധ സ്ഥലത്ത്. എന്തൊരു വിരോധ ഭാഷമാണ്. ജീവിതത്തിൻ്റെ വലിയ നന്മകൾ വിഷക്കുപ്പിയിൽ കലർത്തിയിരിക്കുന്നത് പോലെ വിശുദ്ധി നിൽക്കുന്നത് വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണമുള്ളിടത്ത്. അപ്പോൾ ഈ വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ഈ വിനാശം, തിന്മയുടെ സ്വാധീനങ്ങൾ കടന്നുകൂടാം. ജീവിതത്തിൻ്റെ സാധ്യതയാണിത്. അപ്പോൾ ഒരിക്കലും വിനാശം എന്നെ തേടി എത്തില്ല, എൻ്റെ ജീവിതത്തിന് മുറ്റത്ത് കയറില്ല, എൻ്റെ മക്കളിലേക്ക് പ്രവേശിക്കില്ല എന്ന് തീർപ്പ് കൽപ്പിക്കാൻ വരട്ടെ, അവിടേക്ക് സാത്താൻ കൗശലപൂർവ്വം പ്രവേശനം ലഭിച്ചു തുടങ്ങി, പ്രവേശനം എടുത്തു തുടങ്ങി എന്ന് സുവിശേഷം ഓർമ്മിപ്പിക്കുക. വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം നിൻ്റെ വിശുദ്ധ സ്ഥലത്ത് കയറിയിട്ടുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. വിശുദ്ധമെന്നും പരിപാവനമെന്നും നീ വിചാരിക്കുന്ന വിഷയങ്ങൾക്കിടയിലേക്ക് സാത്താൻ നുഴഞ്ഞുകയറ്റം നടന്നു തുടങ്ങിയെങ്കിൽ അതീവ ശ്രദ്ധാലുവായി ജീവിതത്തെ കൈകാര്യം ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. ആമേൻ.